ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി, അധ്യായം 6. ധ്യാനം എന്തിന്? നമ്മുടെ ആത്മാവുമായി സമ്പർക്കം പുലർത്തുവാൻ വേണ്ടി, നമ്മുടെ തന്നെ ഉള്ളിലേക്ക് പോകുവാൻ വേണ്ടി, ഇന്ദ്രിയങ്ങളെ മറികടക്കുവാനും സാധാരണയായി ഇന്ദ്രിയങ്ങളോടൊപ്പം പുറം ലോകത്തിലേക്ക് പോകുന്ന അതേ മനസ്സിനെ ഇതിനായി ഉപയോഗിക്കുവാനും വേണ്ടി. ഉള്ളിൽ യാത്ര ചെയ്ത് നമ്മുടെ ഉദ്ഭവത്തെ, പരമാർത്ഥത്തെ അല്ലെങ്കിൽ ആത്മാവിനെ നിങ്ങൾ എങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ അങ്ങനെ കണ്ടെത്തുവാൻ വേണ്ടി. അവിടെ ശാന്തിയുണ്ട്, അവിടെ സന്തോഷമുണ്ട്. സമയത്തിനും സ്ഥലത്തിനും അതീതമായി പോകുകയും അനേക വർഷങ്ങളിലൂടെ വിവിധ രൂപങ്ങളെയും നാമങ്ങളെയും സ്വീകരിക്കുകയും ചെയ്ത ആദിമസത്ത തന്നെയാണ് നമ്മുടെ ആത്മാവ് എന്ന് നാം കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഉത്ഭവത്തെയും നാം മനസ്സിലാക്കുന്നു. അതിൻ്റെ ഉത്ഭവം പരമാത്മാവിൽ നിന്നാണ്. പരമാത്മാവുമായുള്ള ആത്മാവിൻ്റെ ബന്ധം മനസ്സിലാക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോൾ നാം അതിൻ്റെ അവസ്ഥയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ധ്യാനം ഉള്ളിലേക്ക് പോകാനുള്ള ഉപകരണം മാത്രമാണ്. വേണ്ട വിധത്തിൽ ചെയ്താൽ ധ്യാനം നിങ്ങളുടെ വീക്ഷണഗതിയെ ശക്തിപ്പെടുത്തുകയും നിങ്ങളിൽ നവചൈതന്യം നിറയ്ക്കുകയും ചെയ്യും. നൂറുകണക്കിന് വിവിധതരം ധ്യാനങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് ഇണങ്ങുന്നത് തിരഞ്ഞെടുക്കാം. ഏതിനെയും സ്വീകരിക്കുന്നതിന് മുമ്പ് അതിനെ പരിശോധിക്കുകയും പരീക്ഷിച്ചു നോക്കുകയും വേണം. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അത് ശീലിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം അന്ധമായി അതിനെ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് ദഹിപ്പിക്കുവാൻ കഴിയുന്നത് മാത്രം ഭക്ഷിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മാത്രം ഭക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്നത് സന്തോഷത്തോടെ ചെയ്യുക. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് മനുഷ്യർക്കുള്ള ഏറ്റവും മഹത്തായ അനുഗ്രഹം. ഒരു കാര്യം മനസ്സിലാക്കുക, വിവരങ്ങളും സംഭവങ്ങളും അവ ലഭിക്കുവാൻ നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം അസ്വസ്ഥതയാണ്. നാം ധ്യാനത്തിലൂടെ അലഞ്ഞുതിരിയുന്ന ബോധമനസ്സിനെ ശാന്തിയിലേക്കും അന്തിമമായി ലയനത്തിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുകയാണ്. ശാശ്വതമായ അവബോധതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. അതായത് തികഞ്ഞ മനസാന്നിധ്യത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ, അഥവാ അയാളുടെ മനസ്സ് ഓരോ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ധ്യാനിക്കേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ അയാൾ ശാശ്വതമായ ഒരു ധ്യാനാവസ്ഥയിലാണ്. അയാൾ വർത്തമാനത്തിൽ നിലകൊള്ളുന്നു. മനസ്സ് ഭൂതത്തിൻ്റെയും ഭാവിയുടെയും ഇടയിൽ കിടന്ന് ആടുമ്പോഴാണ് ഏറ്റവും അധികം ഊർജ്ജനഷ്ടം സംഭവിക്കുന്നത്. ഭൂതകാലം ഗൃഹാതുരത്വവും കുറ്റബോധവുമായി കൂട്ടുചേർന്നതാണ്. ഭാവി ആകാംക്ഷയുമായി ചേർന്നതാണ്. രണ്ടും അനാവശ്യമാണ്. ഭൂതകാലം കഴിഞ്ഞു പോയതാണ്. ഭാവി വരാനിരിക്കുന്നതേയുള്ളൂ. നമുക്ക് ജീവിക്കേണ്ടത് വർത്തമാനത്തിലാണ്. വളരെ ആകാംക്ഷകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഭാവി അനിശ്ചിതമായിരിക്കും. ദൃഢനിശ്ചയത്തോടെയും ലക്ഷ്യബോധത്തോടെയും ഇടറാത്ത മനസ്സോടെയും നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാവി കുറ്റമറ്റതും പൂർണ്ണവും ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള മാർഗമായി ധ്യാനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തികച്ചും ഉപയോഗശൂന്യമാണ്. ആ സാഹചര്യത്തിൽ നാം ധ്യാനിക്കുകയല്ല, ധ്യാനം അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. കേവലം ഒരു ചടങ്ങായ ധ്യാനവും ഇതുപോലെയാണ്. ശീലിക്കുന്നവർക്ക് അതൊരു ഫലവും നൽകുകയില്ല. രാവിലത്തെ ചായ കിട്ടാത്തത് കൊണ്ട് എൻ്റെ ദിവസം നിഷ്ഫലമായി എന്ന് ചിലർ പറയാറുള്ളത് പോലെ അവർ പറയും. രാവിലത്തെ ധ്യാനമില്ലെങ്കിൽ ഒരു അപൂർണത തോന്നുന്നു. അവർ ആ ശീലത്തിൻ്റെ ഇരകളായി തീർന്നിരിക്കുകയാണ്. നമ്മെ ഭരിക്കുന്ന ഏത് ശീലവും ആത്മീയ പുരോഗതിക്ക് തടസ്സമാണ്. അതുകൊണ്ട് നാം നമ്മുടെ ബോധത്തെ ശാശ്വതമായ ധ്യാനത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. എപ്പോഴും വർത്തമാനത്തിൽ നിൽക്കുക. എപ്പോഴും ഇന്നിൽ സ്ഥിതി ചെയ്യുക. ചോദ്യം: ധ്യാനത്തിന് ഏറ്റവും യോജിച്ച ദേഹവിന്യാസം, ഇരിപ്പ് എപ്രകാരമാണ്? ഉത്തരം: നട്ടെല്ല് നിവർന്ന നിലയിലുള്ള ഏത് വിന്യാസവും മോഹൻജിയുടെ ധ്യാനത്തിന് യോജിച്ചതാണ്. കിടന്നുകൊണ്ട് ധ്യാനിക്കുന്നതിൻ്റെ പ്രശ്നം നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതിപ്പോകാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള ഒരു തലത്തിൽ കിടക്കുന്നതും നല്ലതാണ്. സുഖാസനവും സ്വതന്ത്രമായി ചമ്രം പടിഞ്ഞിരിക്കൽ, പദ്മാസനവും വജ്രാസനവും നല്ലത് തന്നെ. ചോദ്യം: എനിക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം: ധ്യാനിക്കേണ്ട. ഒന്നും നിങ്ങൾ തന്നെ അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ വലിയ താമസമില്ലാതെ നിങ്ങൾ അതിനെ വെറുത്തു തുടങ്ങും. നിങ്ങളുടെ ശ്വസനത്തെക്കുറിച്ച് ബോധവാനായിക്കൊണ്ട് തുടങ്ങാം. ബോധപൂർവം ശ്വസിക്കുക, ബോധപൂർവം തിന്നുക, ബോധപൂർവം കുടിക്കുക, എല്ലാം ബോധപൂർവം ചെയ്യുക. അത് നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെതിന് ഒപ്പമോ അതിൽ അധികമോ നല്ല ഫലം തരും. ചോദ്യം: ധ്യാനത്തിൻ്റെ കാലക്രമം. ഉത്തരം:
ഒന്നാമത്തേത് വാസന, നമ്മിലേക്ക് തന്നെ ചുഴിഞ്ഞിറങ്ങുവാനുള്ള താല്പര്യം. രണ്ടാമത്തേത് അറിവ്, മനസ്സിനെയും ബുദ്ധിയെയും തൃപ്തിപ്പെടുത്തുവാനുള്ള ജ്ഞാനം. മൂന്നാമത്തേത് മനനം, ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുവാൻ. നാലാമത്തേത് ധ്യാനം, മനസ്സിനെയും ബുദ്ധിയെയും കടന്ന് ആത്മാവിലേക്ക് എത്തിച്ചേരൽ. പിന്നെ ലയനം, സമാധി, അങ്ങനെ അങ്ങനെ. ചോദ്യം: മന്ത്രങ്ങളും ചക്രങ്ങളും. ഉത്തരം: വാക്കുകൾക്ക് ശക്തിയുണ്ട്. മുറിപ്പെടുത്തുവാനും മുറിവ് ഉണക്കുവാനും അവയ്ക്ക് കഴിയും. നമ്മുടെ നിത്യജീവിതത്തിൽ അത് അനുഭവപ്പെടാറുള്ളതാണ്. ചില വാക്കുകൾ നമ്മെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു, പ്രത്യേകിച്ച് നാം സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞതാണെങ്കിൽ. ചില വാക്കുകൾ നമ്മുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നു. ചില വാക്കുകൾ മുറിവ് ഉണക്കുകയും നമ്മുടെ ഹൃദയത്തെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാക്കുകൾ ശക്തമാണ്. വാക്കുകൾ ഒരു പ്രത്യേക സമ്പ്രദായത്തിലും രീതിയിലും ഉച്ചരിച്ചാൽ അവയ്ക്ക് നമ്മുടെ ഉള്ളിലും പുറമേയുമുള്ള ലോകത്തിലും ശക്തമായ ചലനങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. മന്ത്രങ്ങൾക്ക് നമ്മുടെ അകവും പുറവും ശുദ്ധീകരിക്കുവാനുള്ള ശക്തിയുണ്ട്. നിഷേധാത്മകങ്ങളായവയെ നശിപ്പിക്കുവാനും ശുഭകരങ്ങളായവയെ ബലപ്പെടുത്തുവാനും അവയ്ക്ക് കഴിയും. ശരിയായ വിധത്തിൽ ആവർത്തിച്ചു ചൊല്ലിയാൽ അവയ്ക്ക് നാഡീകേന്ദ്രങ്ങളെയും ചക്രങ്ങളെയും ഊർജ്ജസ്വലമാക്കുവാനുള്ള കഴിവുണ്ട്. മന്ത്രങ്ങൾ മുറപ്രകാരം ജപിച്ചാൽ അത് ശരിയായ ചലനങ്ങൾ ഉണ്ടാക്കുകയും അപ്രകാരം ഊർജത്തിൻ്റെ ഒഴുക്കിനെ സഹായിക്കുകയും നമ്മുടെ സംവിധാനത്തിന് നവചൈതന്യം നൽകുകയും ചെയ്യുന്നു. ഈ നവചൈതന്യപ്രാപ്തി ഒരു രക്ഷാകവചം സൃഷ്ടിക്കുന്നു. മനസ്സ് കൂടുതൽ ബലവത്തായിത്തീരുന്നു. ബാഹ്യമായ തേയ്മാനം ബാധിക്കാതാവുകയും ചെയ്യുന്നു. മന്ത്രങ്ങൾ ഫലപ്രദമാണ്. മന്ത്രജപം മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആന്തരലോകത്തെ പൂട്ടിവെക്കാനുള്ള താക്കോൽ ഏകാഗ്രതയാണ്. മനസ്സൊരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ അത്ഭുതകരമായ ശക്തികൾ പുറത്തുവിടപ്പെടുന്നു. നമ്മുടെ ശരീരവ്യവസ്ഥയിൽ ആയിരക്കണക്കിന് ചക്രങ്ങൾ ഉണ്ട്. പ്രധാനമായി 7 ചക്രങ്ങൾ നട്ടെല്ലിൻ്റെ താഴത്തെ ഭാഗത്തിനും തലയുടെ മുകൾ ഭാഗത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. മൂലാധാര ചക്രം, ഒന്നാമത്തെ ചക്രം അല്ലെങ്കിൽ മൂലചക്രം, പിന്നെ സ്വാധിഷ്ഠാനം, ത്രികാസ്തി ചക്രം, മണിപൂരക ചക്രം, സോളാർ പ്ലക്സസ്, അനാഹത ചക്രം, ഹൃദ്ചക്രം, വിശുദ്ധി ചക്രം, ത്രോട്ട് ചക്ര, ആജ്ഞാചക്രം, തേർഡ് ഐ, 1000 ദളങ്ങളുള്ള സഹസ്രാര ചക്രം, ക്രൗൺ ചക്ര. അവയെ കാണാൻ കഴിയുകയില്ല. ഊർജത്തെയോ അതിൻ്റെ ചാലുകളെയോ നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ. ചോദ്യം: ധ്യാനത്തിന് മുമ്പ് ചെയ്യുന്ന പ്രാണായാമം. ഉത്തരം: ശാന്തിയും സമതുലിതാവസ്ഥയും ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ് പ്രാണായാമം. നാമെല്ലാം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ നിന്ന് ധ്യാനത്തിനുള്ള ഹാളിലേക്ക് എത്തുന്നവരാണ്. ചിലർ ക്ഷുഭിതരും ചിലർ ശാന്തരുമാണ്. എല്ലാവരെയും കഴിയുന്നത്ര ഒരേ ചലനാവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്കും പുറം ലോകത്തുനിന്ന് നമ്മിലേക്ക് തന്നെയും കൊണ്ടുവരുന്നതിനായി ഒരു പ്രത്യേക ശ്വസന രീതി അഭ്യസിക്കുന്നു. മനസ്സ് അപ്പോഴും മറ്റു വല്ലയിടത്തും ആയിരിക്കും. നാം മനഃപൂർവ്വം ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് തിരിച്ചു വരുവാൻ നിർബന്ധിതമാകുന്നു. പിന്നെ ധ്യാനം തുടങ്ങുന്നു. മനസ്സ് നമ്മിലേക്ക് തിരിച്ചെത്താതെ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുകയില്ല. മോഹൻജി ഫൗണ്ടേഷൻ ധ്യാനങ്ങൾ. മോഹൻജിയുടെ ധ്യാനങ്ങളായ പരിശുദ്ധിയുടെ ശക്തി ധ്യാനവും 360 ഡിഗ്രി ധ്യാനവും www.mohanji.org നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. രണ്ടും പരമോന്നതരായ ഗുരുക്കന്മാർ അവരുമായുള്ള എൻ്റെ ആശയവിനിമയ സന്ദർഭങ്ങളിൽ എനിക്ക് തന്നതാണ്. ഇവ പല ഭാഷകളിലും ലഭ്യമാണ്. മോഹൻജിയുടെ ധ്യാന സദസ്സുകൾ 2007 ഒക്ടോബറിൽ ദുബായിൽ ആരംഭിച്ചു. ഇന്നേ വരെ ജനങ്ങൾ ഈ ധ്യാനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ ലോകത്തിൽ പലയിടത്തും പലരും ഒറ്റയ്ക്കും ഇത് പരിശീലിക്കുന്നുണ്ട്. BTW ധ്യാനങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. എല്ലാ ധ്യാന സദസ്സുകളും സേവന മനോഭാവത്തോടെ നടത്തപ്പെടുന്നവയാണ്. ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം എപ്പോഴും കഴിയുന്നത്ര ജനങ്ങളെ ഉന്നത ബോധത്തിലേക്ക് ഉയർത്തുക എന്നതാണ്. വളരെ ജനങ്ങൾക്ക് അവർ എവിടെ തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി എന്ന വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട്. ചോദ്യം: അങ്ങയുടെ ധ്യാനങ്ങളുടെ ഉറവിടം ഏതാണ്? ഉത്തരം: പ്രപഞ്ചം. മറ്റെവിടെ നിന്നാണ് എന്തെങ്കിലും ഉത്ഭവിക്കുക? എല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് വരുന്നു, തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു. ആർക്കും അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയുകയില്ല. പുതിയതായി ഒന്നും സൃഷ്ടിക്കുവാനും സാധ്യമല്ല. ബോധത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് നാം ഒരാവശ്യത്തിനു വേണ്ടി ഉറവിടത്തിൽ നിന്ന് പദാർത്ഥങ്ങളെ എടുക്കുകയാണ്. എല്ലാ പ്രപഞ്ചത്തിൽ നിന്നെടുത്ത് രേഖപ്പെടുത്തിയവയാണ്. ഞാൻ ഒന്നിൻ്റെയും ഉടമയല്ല. ആ അർത്ഥത്തിൽ ഒന്നും ആദ്യത്തേതല്ല.
ഒരു പ്രത്യേക ദോളന തോതിൽ നിൽക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേക അറിവുകളിലേക്ക് എത്തുവാൻ കഴിയുന്നു. നാം അതിനെ ഗൂഢഭാഷയിൽ നിന്ന് സാധാരണ ഭാഷയിലാക്കി മറ്റുള്ളവരുടെ നന്മയ്ക്കായി നൽകുന്നു. നാം അതിൻ്റെ ഉടമസ്ഥത അവകാശപ്പെടുന്നതോടെ അതിലെ സൗമനസ്യ ഘടകം നഷ്ടപ്പെടുന്നു. താൻ പ്രമാണിത്വത്തോടെ പേരെടുക്കുവാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിശുദ്ധി പൂർണ്ണമായി നശിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രയത്നം മുഴുവനും വെറും പതിരായി പോകുന്നു. ദൈവം നമുക്ക് അടിസ്ഥാനപരമായ അസംസ്കൃത വസ്തുക്കൾ തന്നിട്ടുണ്ട്. ഇവയിൽ ഏതെല്ലാം കൂട്ടിച്ചേർത്ത മിശ്രിതമാണ് ഏറ്റവും അധികം സുഖം നൽകുക എന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് മനുഷ്യർ. ഈ ധ്യാനം ഞാൻ ഉണ്ടാക്കിയതല്ല, അത് എന്നിൽ സംഭവിച്ചതാണ്. അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താതെ ഞാൻ അത് നിങ്ങൾക്ക് പകർന്നു തന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഫലം തരുന്നത്. പരിശുദ്ധി അതിൻ്റെ ഏറ്റവും അനുകൂല അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ദൈവകൃപ സംഭവിക്കുന്നത്. ആർക്കാണ് ദൈവത്തിൻ്റെ കുത്തക അവകാശം എടുക്കാൻ കഴിയുക? ദൈവസൃഷ്ടികളുടെ കുത്തക അവകാശം നേടാൻ കഴിയുക നാമാണ് മൗലികത്വമുള്ളവർ. നമ്മുടെ ചിന്തകളാണ് ആദ്യം ഉണ്ടായത് എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. ഈ ചിന്തകളെല്ലാം പല മനസ്സുകളിലും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ചിലവ വിശദവും ചിലവ മങ്ങിയതും ആയിരുന്നു. വ്യക്തത എത്രയധികം ഉണ്ടോ അതിൻ്റെ പ്രകാശനം അത്രയധികം നന്നായിരിക്കും. വ്യക്തത എത്ര കുറയുന്നുവോ അത്ര കൂടുതലായിരിക്കും ചിന്താക്കുഴപ്പം. അതുകൊണ്ട് അഭിമാനിക്കാൻ ഒന്നുമില്ല, സ്വന്തമാക്കേണ്ടതായി ഒന്നുമില്ല. നാമെല്ലാം ദൈവം നടത്തുന്ന വാദ്യവൃന്ദത്തിലെ താൽക്കാലിക നിർവാഹകരാണ്. ദൈവം തൻ്റെ പ്രവൃത്തി നല്ലതുപോലെ ചെയ്യുന്നു. ഒരിടത്തും ഒരു പിഴവുമില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തന്നെയാണ് ലോകക്രമവും അംഗപ്പൊരുത്തവും കാലപ്പൊരുത്തവും സൃഷ്ടിച്ചത്. ഇത് നാം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ മനസ്സ് പ്രദർശനത്തിൻ്റെയോ പ്രയത്നത്തിൻ്റെയോ ഫലത്തിൽ ഒട്ടിനിൽക്കുകയില്ല. നാം നമ്മുടെ കഥാപാത്രത്തെ വളരെ നന്നായി അവതരിപ്പിക്കുകയും ചെയ്യും. മറ്റെല്ലാം സംവിധായകൻ നോക്കിക്കൊള്ളും. അദ്ദേഹമാണ് ഈ നാടകം നടത്തുന്നത്, നാമല്ല. ഒരിക്കൽ കൂടി ഈ ധ്യാനങ്ങൾ എനിക്ക് നൽകപ്പെട്ടതാണ്. ഞാനിത് പരിപൂർണമായ പരിശുദ്ധിയോടെ വിതരണം ചെയ്യുന്നു. ചോദ്യം: അങ്ങയെ സംബന്ധിച്ചിടത്തോളം മോഹൻജിയുടെ ധ്യാനം എന്താണ്? ഉത്തരം: എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻജിയുടെ ധ്യാനം ഒരു സേവനമാണ്. ഒരു വിശ്വപൗരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു. എല്ലാം ഞാൻ ഉപാധികളില്ലാതെ കൊടുക്കുന്നു. പ്രതീക്ഷകളെ നിയന്ത്രിച്ചുകൊണ്ടും ഇല്ലാതാക്കിക്കൊണ്ടും ഞാൻ എൻ്റെ പരിശുദ്ധി നിലനിർത്തുന്നു. മോഹൻജിയുടെ ധ്യാനങ്ങളിലൂടെ സമൂഹത്തെ നിരുപാധികമായി സേവിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. അത് ഫലപ്രദമാകുന്നുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നവരെല്ലാം തന്നെ ഈ സേവയാണ് ചെയ്യുന്നത്. അവരും നിരുപാധികമായാണ് പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇക്കാലത്ത് ആധ്യാത്മികത ക്രയവിക്രയം ചെയ്യപ്പെടുന്നു. എത്ര വില കൂടുന്നുവോ അത്രയ്ക്ക് ആവശ്യക്കാരുടെ എണ്ണവും കൂടുന്നു. ഈ തിരക്കഥയുടെ സാഹചര്യത്തിൽ അമൂല്യമായ ഒന്ന് സമൂഹത്തിന് സൗജന്യമായി നൽകുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ആത്മീയത അമൂല്യമാണെന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. അമൂല്യമായ ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ധ്യാനങ്ങളിൽ അഗാധമായ അനുഗ്രഹം സമൃദ്ധമായി ഒഴുകുന്നത്. മഹാഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെടുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രീതിക്ക് കാരണം ഉപാധികളില്ലായ്മയും പരമമായ ആന്തരിക നൈർമല്യവുമാണ്. ധ്യാനസഭകൾ നടത്തുവാൻ തുടങ്ങിയതു മുതൽ ഞങ്ങൾ വളരെയേറെ ജീവിതങ്ങളെ സ്പഷ്ടമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞതിന് സർവശക്തനോട് ഞാൻ അഗാധമായി കടപ്പെട്ടിരിക്കുന്നു. ജയ് മോഹൻജി. താങ്ക് യു.